ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇനി നമുക്കൊരു ചിക്കൻ ചോറ് ഉണ്ടാക്കി വെക്കാം. അതിനായി ചിക്കൻ ഒന്ന് പൊരിക്കേണ്ടതുണ്ട്. ചിക്കൻ പൊരിക്കാൻ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വലിയ ഉള്ളി മുറിച്ചെടുക്കേണ്ടതുണ്ട്. വലിയ ഉള്ളി, തക്കാളി, കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഒന്നായി അരച്ച് വെച്ചതാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ പൊരിച്ച നെയ്യ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ചോറിന് ഇനി നെയ്യ് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഉള്ളിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉള്ളി കുറച്ച് നന്നായി വഴന്ന് വരണം, എന്നാലേ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതാണ് വേഗം റെഡിയാവും. ചിക്കൻ പൊരിച്ച് കിട്ടണമെന്നുള്ളൂ. അധികം മസാലകളൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമ്മൾ പൊടിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കണം. നല്ല പച്ചച്ചോ ഉണ്ടായില്ല, നല്ലൊരു ഫ്ലേവറും കിട്ടും എല്ലാത്തിൻ്റെയും. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിന്. ചിക്കൻ മസാല പൗഡർ, പിന്നെ ഇതിലേക്ക് പെപ്പർ ചിക്കൻ്റെ പൗഡർ കൂടി ചേർത്തുന്നുണ്ട്. അത് ഇവിടെ ഇല്ല കൊണ്ട് ചേർത്തതാണ്, ഒരു നിർബന്ധമില്ല ചേർത്തണമെന്ന്. ഗരം മസാലപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. എന്നിട്ട് നമുക്ക് ചോറിന് ആവശ്യമായ വെള്ളം വെച്ച്, ഇനി വെള്ളം നന്നായി തിളക്കുന്ന സമയത്താണ് ചിക്കൻ അരിയെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. പിന്നെ നെയ്യ് ചേർക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ കളറ് കുറവാണ്, കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു പുതിയ യൂട്യൂബറാണ്, അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്ക് ഉണ്ടാവും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതന്നെ എങ്ങനെയാണെന്ന് ശരിക്കും അറിയില്ല. ഇപ്പോൾ പഠിച്ച് വരുന്നുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചിക്കന് നമ്മൾ ലാസ്റ്റ് അരിയെല്ലാം ഇട്ടതിൻ്റെ ശേഷം ഇടാൻ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അല്ലാണ്ട് ചിക്കൻ അതിൽ മിക്സായി ഒരു കലങ്ങിയ പോലെ ആയിപ്പോവും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചിക്കൻ ചോറ് ട്രൈ ചെയ്യണം. നമ്മൾ ചിക്കൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.